ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ കാഫിറുകളാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അവരെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി പഠിപ്പിച്ച് അവർക്ക് പിന്നീട് അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ സാധിക്കുന്ന ഒരു പ്രായമാകുമ്പോൾ ആദ്യം മതം മാറണം, ഇസ്ലാം മതം സ്വീകരിക്കണം, എന്നിട്ട് ചവിട്ടേണ്ടത് ജന്മം നൽകിയ മാതാവിൻ്റെ നെഞ്ചിലാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു ആശയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതെ, ഉണ്ട്. നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിനോട് ദേഷ്യമാണ്, വൈരാഗ്യമാണ്, അതുകൊണ്ടാണ് പറയുന്നത്, ഇതൊക്കെയാണ് പറയുക, ഇസ്ലാം ഒരു വരുമാന മാർഗമാണ്, അങ്ങനെ ആക്കിയ എന്താ കുഴപ്പം? ഇസ്ലാമിനെ വിറ്റ് ഒരുപാട് മതപുരോഹിതന്മാർ ജീവിക്കുന്നില്ലേ? അത് പറ്റുമോ? എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി, സുന്നി ഉസ്താദന്മാർ ചാനലുകൾ ഉണ്ടാക്കി, അവര് കളിയും കുളിയും പറഞ്ഞിട്ടാണ് പണം ഉണ്ടാക്കുന്നത്, കുഴപ്പമില്ല അതിലൊന്നും. അവര് മതവിശ്വാസികളാണല്ലോ, അവർക്ക് ആ മതത്തെ വിറ്റ് ജീവിക്കാം. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് ഇവർ സാധാരണ പറയാറുള്ളത്. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം വെറുക്കേണ്ടത് സ്വന്തം മാതാപിതാക്കളെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരാശയം നിങ്ങൾക്ക് പരിശുദ്ധമാണ് എന്ന് തോന്നിയാൽ ഇരിക്കട്ടെ. അതുവരെ ആരാധിച്ചിരുന്ന അവരുടെ ആരാധനാലയം കണ്ടാൽ കാർക്കിച്ചു തുപ്പാൻ പഠിപ്പിക്കുന്ന ആശയം ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോ? മാതാപിതാക്കൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം പോലും കഴിക്കരുത്, അവര് കാഫിറുകളാണെങ്കിൽ എന്ന് പഠിപ്പിക്കുന്ന ആശയം. മാതാപിതാക്കൾ കാഫിറുകളാണോ? അവരുടെ ഗൈഡൻസ് സ്വീകരിക്കരുത്. അവരുടെ രക്ഷാകർതൃത്വം നിങ്ങൾക്കിനി വേണ്ട. അവരുമായി നിങ്ങൾ വല്ല നിലയിലും യോജിച്ച് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, അവരുമായി നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി സ്നേഹബന്ധത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അള്ളാഹു നിങ്ങളുമായിട്ടുള്ള കരാറും ബന്ധവും വിച്ഛേദിക്കുമെന്ന് പഠിപ്പിച്ച് ഭീഷണിപ്പെടുത്തുന്ന, പേടിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മാത്രം ഈ മതത്തിലേക്ക് ആളെ കൂട്ടിയെടുക്കുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? നമ്മൾ പറയുമ്പോൾ വെറുതെ പറയുകയാണെന്ന് പറയും. ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായ ശ്രുതി, ഈ ശ്രുതി കൂട്ടുകാരുടെയൊക്കെ പ്രലോഭനങ്ങളിൽ വഴങ്ങി ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച് റഹ്മത്ത് എന്ന പേരുമായി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തീവ്ര ജിഹാദിയായി മാറുന്നു. മാതാപിതാക്കളെ സംശയത്തോടെ നോക്കുന്നു, കാഫിറുകളായി നോക്കുന്നു, അവരോട് അങ്ങേയറ്റം വെറുപ്പ് വെച്ച് പുലർത്തുന്നു. ക്ഷേത്രത്തിൽ പോയി കാർക്കിച്ച് തുപ്പുന്നു, വീട്ടിൽ തുപ്പുന്നു. മാതാപിതാക്കൾ പിടഞ്ഞു വീണു മരിച്ചാലും ശരി, അവരെ തിരിഞ്ഞു പോലും നോക്കരുത്, കാരണം അവർ കാഫിറുകളാണ്. ആ വിശ്വാസധാരയായിരുന്നു ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചിത്രയെ, റഹ്മത്ത് എന്ന ശ്രുതിയെ പ്രേരിപ്പിച്ചത്. ആ ശ്രുതി തന്നെ ചില വസ്തുതകൾ നമ്മളോട് തുറന്നു പറയുന്നുണ്ട്. സ്ഥാപനത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇപ്പോഴത്തെ കേരള സ്റ്റോറി എന്ന സിനിമ വളരെയധികം അതിൻ്റെ ട്രെയിലറും ആ ചിത്രം വരുന്നതും ഒക്കെ ഒരുപാട് വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച്, ആ ചിത്രത്തിൽ പരാമർശിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യരായ ഒരു സംഘം പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അതിലൊരു പ്രതിനിധിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ശ്രുതി എന്നാണ് എൻ്റെ കൂടെയുള്ള ഈ പെൺകുട്ടിയുടെ പേര്. പ്രായം കൊണ്ട് വളരെ ചെറുപ്പമാണ്. പക്ഷേ ഈ ചെറുപ്പകാലത്തിനിടയിലും ആ കുട്ടികളുടെ ജീവിതം, ആ കുട്ടിക്കുണ്ടായ അനുഭവങ്ങൾ, അതാണ് നാം അറിയേണ്ടത്. ശ്രുതി, നമസ്തേ. ശരിക്കും മുഖത്ത് വളരെ ഒരു ചൈതന്യം, ഒരു സമാധാനം, എന്തോ ഒരു ശാന്തത, ഇതൊക്കെ എനിക്ക് ഇവിടെ വന്ന് ശ്രുതിയെ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ്. പക്ഷേ ഈ ശാന്തത അനുഭവിക്കുന്നതിന് മുൻപ് ഒരു കാലം ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു ഹവ്യക ബ്രാഹ്മണ സമുദായത്തിലാണ്, കാസർഗോഡ് ജില്ലയിൽ. അപ്പോൾ ഓർമ്മ ഉറയ്ക്കണ കാലം തൊട്ടിട്ട് ഒരുപാട് ആചാരങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് അനുഷ്ഠാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിലെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റുന്നവരെന്ന് പറയാനായിട്ട് എൻ്റെ രക്ഷിതാക്കളും അതുപോലെ തന്നെ പൗരോഹിത്യ പാരമ്പര്യമൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അങ്ങനെ അവരോടും ചോദിക്കാം. പക്ഷേ ആരിൽ നിന്നും വ്യക്തമായിട്ടുള്ളൊരു മറുപടി എനിക്ക് ഒരിടത്തു നിന്നും എപ്പോഴും കിട്ടിയിട്ടില്ല. ഒരുപാട് അരുതുകൾ ഞാൻ കേട്ട് വളർന്നിട്ടുണ്ട്. ജാതി വ്യവസ്ഥയുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കണ്ടു വളർന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ഉച്ചനീചത്വങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ, തൊട്ടുകൂടായ്മ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ എത്ര ജാതി വ്യവസ്ഥ ഇല്ലെന്ന് പറയുമ്പോഴും അവർ ആ ജാതിക്കാരാണ്, നമ്മൾ ഈ ജാതിക്കാരാണ്, നമ്മൾ ബ്രാഹ്മണന്മാരാണ്, നമ്മൾ ഹിന്ദുക്കളാണ്, നമ്മൾ സനാതനധർമ്മികളാണ് എന്നൊന്നുമല്ല. സനാതനധർമ്മം എന്നുള്ള പേര് തന്നെ ഞാൻ കേൾക്കുന്നത് ആർഷവിദ്യാ സമാജത്തിൽ വന്നിട്ട് ഗുരുനാഥൻ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് തന്നെ. പക്ഷേ അന്നൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഹിന്ദു ആണ് എന്നെങ്കിലും കേട്ട് വളരണം. എന്നെ സംബന്ധിച്ചിടത്തോളം അപേക്ഷാ ഫോറങ്ങളിലോ ഇല്ലെങ്കിൽ എന്താ പറയുക SSLC സർട്ടിഫിക്കറ്റിലൊക്കെ എന്താണോ റിലീജിയൻ എന്നുള്ളതിന് ഇപ്പുറത്ത് കൊടുക്കുക ഹിന്ദു, അത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ.
അല്ലാതെ ഹിന്ദു എന്നുള്ള പദമൊന്നും എവിടെയും നമ്മൾ കേൾക്കാറില്ല. കൂടുതൽ കേൾക്കുന്നത് നമ്മൾ ബ്രാഹ്മണന്മാരാണ്, നമ്മുടെ രീതികൾ അതാണ്, അങ്ങനെയാണ് കേൾക്കുന്നത്, നമ്മുടെ ക്രമം അങ്ങനെയാണ്, നമ്മുടെ രീതി അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഞാൻ കുഞ്ഞുനാളിൽ ചോദിച്ചിരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. എന്തുകൊണ്ട് എനിക്ക് വേദം പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളിലൊക്കെ ഇടയ്ക്ക് അവിടെ 1-2 ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ വേദം പഠിപ്പിക്കും വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾക്ക്. അപ്പോൾ അവിടെ മെജോറിറ്റി ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല അവിടെ വേദം പഠിക്കാൻ. അപ്പോൾ കൗതുകത്തോടു കൂടി കേട്ടിരുന്നും കണ്ടിരുന്നും അത് പഠിക്കണമെന്ന് താല്പര്യപ്പെടുകയൊക്കെ ചെയ്ത സമയത്തൊന്നും അതിന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ വേദം പഠിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും പൂജ പോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും മന്ത്രം ചൊല്ലാൻ നമുക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ തീരെ ഒരു നമ്മുടേതായിട്ടുള്ള സംസ്കാരമോ എന്തെങ്കിലും ഒരു ചടങ്ങുകളൊന്നും ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല. ബ്രാഹ്മണ കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, ചടങ്ങുകളൊക്കെ ഒരുപാടുണ്ട്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ഒരുപാട്. മതപരമായി വളരെ റിജിഡായി ചിന്തിക്കുന്ന സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിക്ക് പോലും മതത്തെക്കുറിച്ച് അറിയില്ല. മതപുരോഹിതന്മാരുള്ള കുടുംബം, മതം അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന കുടുംബം, ഒരുപാട് മതപരമായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും കഴിക്കുന്ന ഒരു കുടുംബം, അങ്ങനെയുള്ള ആളുകളെ മാത്രമേ മുസ്ലിം കൂട്ടുകാർ തിരിച്ചറിയൂ, അവരെയെ തിരഞ്ഞെടുക്കൂ. കാരണം അവരെയാണ് ബ്രെയിൻ വാഷ് ചെയ്യാൻ എളുപ്പം. നിങ്ങളുടെ മതത്തെക്കുറിച്ച് ചോദിച്ചാൽ മതിയല്ലോ, അറിയില്ല, അതിലവർ പെട്ടു. ഇവർക്കാണെങ്കിൽ ഇവരുടെ മതത്തെക്കുറിച്ച് 3 വയസ്സ് മുതൽ മദ്രസകളിൽ നിന്നും പഠിച്ച ഫോളോ ചെയ്യുന്ന ശീലമുണ്ട്, അവർ പറഞ്ഞു തരികയും ചെയ്യും. ഇതിപ്പോൾ സന്ധ്യാനേരത്താണ് രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കും, പൂജാമുറിയിൽ പോയി തൊഴും. അതെല്ലാം ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ചര്യകളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. വിളക്ക് വയ്ക്കി പോയിട്ട് തൊഴു, പൂജാമുറിയിൽ പോയിട്ട് വെറുതെ കയറി വരരുത്, അങ്ങ് തൊഴണം, അതിനെല്ലാം ഒരു നിർബന്ധ ബുദ്ധിയോടെയുള്ള പറഞ്ഞു തരൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കതിനെക്കുറിച്ചൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്ന രീതിയിലോ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുന്ന രീതിയിലോ അല്ല. അത് അവരെ കുറ്റം പറയാനും പറ്റില്ല, എൻ്റെ രക്ഷിതാക്കളെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അവരുടെ പൂർവികന്മാർ അവർക്ക് എന്ത് നൽകിയോ അതിന്റെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികളുടെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റാതെ നിൽക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുടെ ഒരു അപകർഷതാബോധം കൊണ്ടായിരിക്കാം, ഗ്രാമപ്രദേശത്തിന്റെ ഒക്കെ ആയിട്ടുള്ള ഇതുകൊണ്ടായിരിക്കാം ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ഇതാണോ നീ സ്കൂളിൽ പോയി പഠിക്കുന്നത്? സ്കൂളിൽ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിക്കാനാണോ പഠിപ്പിക്കുന്നത്? വേറെ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്? ഇങ്ങനെ ലാഘവവൽക്കരിക്കുകയാണ്. ഒരു മനുഷ്യനായി പിറന്നവൻ അവനെ തന്നെ, ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവനെ കുറിച്ച് തന്നെ അറിയാൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പൊ അവൻ അതിനെക്കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവൾ അതിനെക്കുറിച്ച് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയില്ലെങ്കിൽ അറിയാവുന്ന അടുക്കലേക്ക് ഗൈഡ് ചെയ്യാമെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ചെയ്യാതെ ഇങ്ങനെ ചോദിക്കുന്നതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യം കെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിലൊരു ജിജ്ഞാസ ഉണ്ടാക്കുന്നതിന് പകരം എന്നെ ചോദിക്കാനുള്ള ത്വരയെ പോലും കെടുത്തുന്ന രീതിയിലുള്ള ഒരു ചുറ്റുപാടായിരുന്നു എനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത്. ഈ ചോദ്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടെലിവിഷനിൽ ഒരുപാട് സീരിയലുകളൊക്കെ കാണുമല്ലോ, അതൊക്കെ കാണുമ്പോഴൊക്കെ അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ. ഇപ്പൊ ഗണപതി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കാണുമ്പോൾ ആനത്തലയും മനുഷ്യരൂപവും, സ്വാഭാവികമായിട്ടും കൊച്ചു കുട്ടികളുടെ മനസ്സിൽ ചോദ്യം വരും, അതെന്താ അങ്ങനെ. ചിന്തിക്കാൻ ധൈര്യമുണ്ടാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ലാതെ എല്ലാവർക്കും കിട്ടില്ല, ഉറപ്പ്. ഇപ്പോൾ ശ്രുതി റഹ്മത്തായപ്പോൾ അവർക്ക് നിങ്ങളുടെ മതം എന്തുകൊണ്ടാണ് ഇങ്ങനെ, മനുഷ്യന്റെ രൂപവും ആനയുടെ തലയുമുള്ള ദൈവമോ? നിങ്ങൾ വിളിച്ചാലും 33 കോടി ദൈവങ്ങളിൽ ആരോടാ നിങ്ങൾ വിളിച്ച് ചോദിക്കുക? മറ്റേ ദൈവങ്ങളൊക്കെ തിരക്കിലായിരിക്കുമോ? ഏത് ദൈവമാണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുക? ആ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം എന്താ? ഈ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം എന്താ? ദൈവത്തിനൊരു ജന്മദിനമുണ്ടോ? ദൈവം ഉറങ്ങുമോ? ശിവരാത്രിയോ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ പഠിച്ചിട്ടില്ല, മതത്തെക്കുറിച്ച് അവർക്കറിയില്ല, ഇവര് ബബ്ബ അടിക്കും. പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് മണിയായിട്ട് അങ്ങോട്ട് മദ്രസകളിൽ പഠിച്ച മുസ്ലിം കുട്ടികൾ ഇരുന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവർക്ക് തോന്നും ഇത് തന്നെ ശരി, ഇതിനപ്പുറത്തേക്കൊരു ശരി ഇല്ലേ ഇല്ല. അതിലാണ് വീണ് പോകുന്നത്. പെൺകുട്ടി ഒടുവിൽ ആ കുട്ടി പറയുന്നുണ്ട്, അമ്മയച്ഛനും ഒക്കെ ഭക്ഷണം കൊണ്ട് തരുമ്പോൾ ഞാൻ കാഫിറുകളാണെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. അവരുടെ വീട്ടിൽ തുപ്പുക, ക്ഷേത്രത്തിൽ തുപ്പാൻ വേണ്ടി പോകുക, അങ്ങനെ ക്ഷേത്രത്തിൽ തുപ്പുക, ഇതൊക്കെ താൻ ചെയ്തിരുന്നു എന്നും വളരെ വേദനയോടുകൂടി പിന്നീട് ആ പെൺകുട്ടി ഓർമ്മിക്കുകയാണ്. അങ്ങനെ മതപരിവർത്തന സംഘടിത ശക്തികളെ നിങ്ങൾ ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം. അതിലേക്ക് നിങ്ങൾ വീണു പോകരുത്. സ്വന്തം മതത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും വളരെ നന്നായി നിങ്ങൾ പഠിച്ചാൽ ഒരിക്കലും നിങ്ങളെ മറ്റൊരു മതപരിവർത്തന ശക്തികളും ഒരു ലവ് ജിഹാദിലോ ഒരു നാർക്കോട്ടിക് ജിഹാദിലോ നിങ്ങളെ അകപ്പെടുത്തില്ല എന്ന വലിയ ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി തൻ്റെ ജീവിതത്തിലെ അത്തരം അനുഭവങ്ങൾ എടുത്ത് അപ്പപ്പോൾ ശ്രുതി എന്ന റഹ്മത്ത്
ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കാറുണ്ട്. അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്. നന്ദി.